ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ലോകസമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകാൻ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. തൃശൂർ എടക്കഴിയൂരിൽ സംയോജിത തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. നാളെയും മറ്റന്നാളും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാൻ നിർദ്ദേശം. രാജ്യത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ലോകസമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകാൻ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം ശ്രീ മോദി പങ്കെടുത്തു. നിക്ഷേപം, സാമ്പത്തിക സുരക്ഷ, പരിസ്ഥിതി, സാങ്കേതികവിദ്യ, ആരോഗ്യം തുടങ്ങിയ മേഖലയിലെ സഹകരണത്തിനായി പ്രത്യേക രൂപരേഖ തയ്യാറാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ചന്ദ്രയാൻ ദൌത്യത്തിലെ സഹകരണത്തിന് ISROയും ജപ്പാന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ജാക്സയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടതായും പ്രധാനമന്ത്രി അറിയിച്ചു. आज हमारी चर्चा प्रोडक्टिव भी थी और पर्पसफुल भी थी. हम दोनों एकमत है कि विश्व की दो बड़ी अर्थव्यवस्थाओं और जीवंत लोकतंत्रों के रूप में हमारी साझेदारी केवल दोनों देशों के लिए ही नहीं बल्कि वैश्विक शांति और स्थिरता के लिए भी अत्यंत महत्वपूर्ण है. Strong democracies are natural partners in shaping a better world. നൂതന ആശയങ്ങളിലൂടെ ലോകത്തിനെ ആകെ മാറ്റിമറിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി പറഞ്ഞു. വിശാലമായ ഇന്ത്യൻ വിപണിയുടെ സാധ്യതകൾ വളരെ വലുതാണെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജപ്പാൻ പാർലമെന്റ് അംഗങ്ങളുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. മറ്റന്നാൾ ചൈനയിലെത്തുന്ന പ്രധാനമന്ത്രി ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25ാമത് നേതൃതല ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനിൽ കായിക താരങ്ങളുമായി സംവദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അത്ലറ്റുകൾക്കും കായിക താരങ്ങൾക്കും അമൃത് ഉദ്യാനിൽ ഇന്ന് പ്രവേശനം നൽകിയിരുന്നു. പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 14 വരെ സൌജന്യമായി ഉദ്യാനം സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും ഉദ്യാനം അടച്ചിടും. 2025-26 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ GDP 7.4% വളർച്ച കൈവരിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യ പാദത്തിൽ ഇത് 6.5%. കാർഷിക അനുബന്ധ മേഖലകളിൽ യഥാർത്ഥ മൊത്ത മൂല്യവർദ്ധിത വളർച്ചാ നിരക്ക് 3.7% രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2030 ഇന്ത്യ ആഫ്രിക്ക ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതിനായി പ്രവർത്തിക്കുന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ 20ാമത് CII ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ ആഫ്രിക്ക വ്യാപാരം സന്തുലിതമാണെന്നും ശ്രീ ഗോയൽ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരളം മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിൻ നടക്കുന്നത്. തലമുറകൾക്ക് നൽകുന്ന സംഭാവനയാണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കണ്ണൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെ ഗവേഷണത്തിനായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ശ്രീമതി വീണ ജോർജ് അറിയിച്ചു. പ്രഥമ കേരള ആയുഷ് കായകൽപ് അവാർഡ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
രാജ്യം വികസിതമാകണമെങ്കിൽ ഓരോ കുടുംബവും വികസിക്കണമെന്നും വ്യക്തിഗത വരുമാനം വർദ്ധിപ്പിക്കാൻ കഠിനമായി പരിശ്രമിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയുടെ ഭാഗമായി തൃശൂർ എടക്കഴിയൂരിൽ നിർമ്മിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം നാളെ ആലപ്പുഴ പുന്നമട കായലിൽ. ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിൽ കാണികൾക്കായി അടുത്ത വർഷം സ്ഥിരം പവലിയൻ നിർമ്മിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു. നെഹ്റു ട്രോഫി ഫുട് ഓവർ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗുജറാത്ത്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക, മാഹി, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ചമോലി ജില്ലയിൽ മണ്ണിടിച്ചിലിൽ 2 പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഹിമാചൽ പ്രദേശിലും ശക്തമായ മഴയും മണ്ണിടിച്ചിലും. 2 ദേശീയപാതകളിലും 633 റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴ വൈദ്യുതി, കുടിവെള്ള വിതരണത്തെയും ബാധിച്ചിട്ടുണ്ട്. ഹിമാചലിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പഞ്ചാബിൽ അമൃത്സറിലും ഫെറോസ്പൂരിലും വെള്ളപ്പൊക്കക്കെടുതി തുടരുന്നു. ഖഗർ നദിയിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ രാജ്പുര സബ് ഡിവിഷനിലും ഡെറാബസി സബ് ഡിവിഷനിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ഫോറൻസിക് തെളിവുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുവാഹത്തിയിൽ പുതുതായി നിർമ്മിച്ച രാജ്ഭവൻ ബ്രഹ്മപുത്ര വിഭാഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖോലാഘട്ടിൽ ദേശീയ സൈബർ ഫോറൻസിക് ലബോറട്ടറിയും സായുധ സേനകൾക്കുള്ള വിവിധ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. अंग्रेजों के बनाए हुए 3 कानूनों को समाप्त कर आपराधिक न्याय प्रणाली के 3 नए भारतीय कानूनों को इंट्रोड्यूस किया है और उसमें विज्ञान के आधार पर, FSL के आधार पर पुलिस की जांच और गुनहगारों को सजा दिलाने का प्रयास, इस पर अहम बल दिया है. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ സ്മരണയിൽ ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഇന്നു മുതൽ 3 ദിവസത്തെ ഖേൽ മഹോത്സവത്തിന് തുടക്കമായി. ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഇന്നു മുതൽ 3 ദിവസം ഫിറ്റ് ഇന്ത്യ മിഷൻ രാജ്യവ്യാപകമായി പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. 1 മണിക്കൂർ കളിക്കളത്തിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലൈവ് ഈവന്റ് ആൻഡ് കൺസർട്ട് എക്കോണമി സംബന്ധിച്ച സംയുക്ത പ്രവർത്തക സമിതിയുടെ പ്രഥമ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, തൊഴിലവസരങ്ങൾ, ടൂറിസം, സംസ്കാരം എന്നിവയ്ക്ക് പ്രചോദനമായ രീതിയിൽ വിനോദ സമ്പദ് വ്യവസ്ഥ ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 270 പോയിന്റ് ഇടിഞ്ഞ് 79,809-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 24,426-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 520 രൂപ കൂടി 75,760 രൂപയും ഗ്രാമിന് 9,470 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോളതലത്തിൽ ഒരു സുപ്രധാന സാമ്പത്തിക മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രമുഖ US സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വുൾഫ്. ആഗോള ഉൽപാദനത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ G7 രാജ്യങ്ങളെ മറികടന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ ആഗോള GDPയുടെ 35% ബ്രിക്സ് രാജ്യങ്ങളുടേതും 28% G7 രാജ്യങ്ങളുടേതുമാണ്. USന്റെ താരിഫ് വർധന ഫലപ്രദമല്ലാത്ത തന്ത്രമാണെന്നും ഇത് ഇന്ത്യയെയും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളെയും കൂടുതൽ ഒരുമിപ്പിക്കുമെന്നും വുൾഫ് അഭിപ്രായപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകസമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകാൻ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. തൃശൂർ എടക്കഴിയൂരിൽ സംയോജിത തീരദേശ മത്സ്യഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. നാളെയും മറ്റന്നാളും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാൻ നിർദ്ദേശം.
രാജ്യത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.